നിങ്ങൾക്ക് പാട്ടുകാരനോടുള്ള വേടനെ അറിയത്തില്ലെങ്കിലും നിങ്ങൾക്കറിയാം എന്നങ്ങ് പറഞ്ഞേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നായരും നമ്പൂതിരിയും സവർണനുമായി മാറുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. വേടന് കഞ്ചാവ് വലിക്കാം, കഞ്ചാവ് വലിച്ചതിനെ നമ്മൾ വിമർശിക്കാൻ നിൽക്കരുത്. വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? സവർണനായി മാറും, നായരായും മാറും, നമ്പൂതിരിയായും മാറും. ഞാൻ വിമർശിക്കും. എന്താ വിമർശിച്ചെന്താ? വേടൻ എന്താ കൊമ്പുണ്ടോ? ഒരു കൊമ്പുമില്ല. വിമർശിക്കാം, കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ വിമർശിക്കാം. ഈ രാജ്യത്ത് ഈ നാട്ടിൽ ലീഗലല്ല. പുലിപ്പില്ല കൈ വരച്ചാൽ വിമർശിക്കാം. ഈ രാജ്യത്ത് ലീഗലല്ലാത്ത കാര്യം ഒരു പൗരൻ ചെയ്താൽ നമ്മൾ വിമർശിക്കും. വേടൻ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് തന്നെ പറയും. അറിയാതെ നടിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ ആർക്കുമില്ല. വേടൻ എന്താ ഈ 3.5 കോടി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇവിടെ ഈ കേസ് വന്നതിന് ശേഷമാണ് പല ആൾക്കാർക്കും വേടനെ അറിയുന്നത് തന്നെ. ഇത് കേരളത്തിലെ കുറേ മീഡിയക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, കുറേ 2K പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. വേടനെ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നായർ നമ്പൂതിരിയാക്കി കളയുന്നുള്ളതാണ്. ഇതിലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പം കുറേ ആൾക്കാർ എന്നെ നായർ നമ്പൂതിരിയും സവർണനും ഒക്കെ നോക്കുമായിരിക്കും. പക്ഷേ ഈ 3 വിഭാഗത്തിൽ പെടുന്ന ഒരാളല്ല ഞാൻ. മനസ്സിലായി? ഞാനൊരു പിന്നൊക്കക്കാരനാണ്. പക്ഷേ വേടനെ ഞാൻ വിമർശിക്കും. ആർക്കാ ചോദിക്കാനുള്ളത്? ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. MG ശ്രീകുമാർ എന്നെ ഇന്നലെ മീഡിയക്കാർ വിളിക്കുന്ന വേടൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം MG ശ്രീകുമാർ എന്ന് പറഞ്ഞ പാട്ടുകാരനോട് ഈ ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുന്നു. MG ശ്രീകുമാർ പറഞ്ഞു, എനിക്ക് വേടൻ എന്ന് പറഞ്ഞ വ്യക്തി അറിയത്തില്ല, ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. MG ശ്രീകുമാറിൻ്റെ ലഹരിയെപ്പറ്റി പറയാൻ നേരത്ത് പറയുന്നു, പാട്ടാണ് എൻ്റെ ലഹരി. അതിപ്പോൾ യേശുദാസാണെന്നുണ്ടെങ്കിലും ജയചന്ദ്രനാണെന്നുണ്ടെങ്കിലും എല്ലാ പാട്ടുകാരും സരസ്വതി ദേവിയെ പോലെയാണ് പാട്ടിനെ കാണുന്നത്. ഒരിക്കലും ലഹരി ഉപയോഗിച്ച് സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇതാ ഈ നേരം വരെ നമുക്ക് ആൾക്കാരുടെ കയ്യടിയും സ്നേഹവുമാണ് ലഹരി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പോയ MG ശ്രീകുമാറിനെ നായരാക്കി MG ശ്രീകുമാറിൻ്റെ ഭാര്യയെ ആക്ഷേപിക്കുന്നു. എന്ത് കാര്യം? ഒരാൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ പ്രശ്നം? ഈ ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ പോകരുത്. ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. ഈ വിഷയത്തിൽ നിങ്ങൾ MG ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ MG ശ്രീകുമാർ, നല്ല വേടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ വേടനും എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇടുക. പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരാം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ്. നിങ്ങൾ കമൻറ്റ് ഇടുക. ഇവിടെ MG ശ്രീകുമാറിനെ വെറുതെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ. എന്ത് കാര്യത്തിന്? വേടനെ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ പ്രശ്നം? ഈ 3.5 കോടി മലയാളികൾക്കും വേടനെ അറിയാവും. ഇപ്പോൾ കേസ് വന്നതിന് ശേഷം ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. കൂടുതലും 2K പിള്ളേർക്കാണ് വേടനെ അറിയാവുന്നത് എന്ന് പറഞ്ഞ് MG ശ്രീകുമാറിൻ്റെ പാട്ട് തന്നെ മോശമാണ്, MG ശ്രീകുമാറിന് പാടാനേ അറിയത്തുള്ളൂ, എഴുതാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. വേടനെ MG ശ്രീകുമാറിനെ വെച്ച് ഇവിടെ ആൾക്കാർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് വന്ന വേടനെയും 10-45 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള MG ശ്രീകുമാറിനെയൊക്കെ വെച്ചാണ് ഇവിടെ ആൾക്കാർ കമ്പയർ ചെയ്തത്. MG ശ്രീകുമാറിൻ്റെ പാട്ടൊക്കെ വളരെ മോശമാണ്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന വേറൊരു ഇരട്ടത്താപ്പം തുടങ്ങി. വേടൻ കഞ്ചാവ് വലിച്ചു, പുലിപ്പല്ല് കൈവച്ചു, 2 ലീഗലല്ല, അതുകൊണ്ട് തന്നെ നടപടിയുണ്ടായി. വേടൻ സവർണതയ്ക്കെതിരെ പാട്ട് പാടിയതാണോ ഗവൺമെൻറ് നടപടിയെടുത്തത്? ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, അവരുടെ പോലീസാണ്, അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നടപടിയെടുത്തത് പാട്ട് പാടിയാനാണോ? അല്ലല്ലോ. വേടൻ ലീഗലല്ലാത്തൊരു കാര്യം ചെയ്തു ഈ നാട്ടിൽ. അതിപ്പം ചില മീഡിയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാട്ടിൽ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇവിടെ റാലിയും ബഹളവും ബോധവൽക്കരണമായിട്ട് ഇറങ്ങിയ പല ആൾക്കാരും വേടൻ്റെ കയ്യിൽ 6 ഗ്രാം കഞ്ചാവല്ലേ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉളുപ്പുണ്ടോ? 6 ആയാലും 2 ആയാലും 1 ആയാലും ലീഗലല്ലാത്തൊരു സാധനം വലിച്ച് ഒരു 2K പിള്ളേരെ എങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ മുമ്പോട്ട് വന്നിരിക്കാൻ നേരത്തെ നീ കാണിച്ച വൃത്തികേടല്ലേ എന്ന് ചോദിക്കേണ്ട ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. വേടൻ തന്നെ പറഞ്ഞു കഞ്ചാവ് വലിച്ചത് തെറ്റായിപ്പോയത്. എന്നിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വെളുപ്പിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ജാതി നോക്കി മതം നോക്കി എന്തിനാ ആൾക്കാരെ വെളുപ്പിക്കാൻ നിൽക്കുന്നത്? തെറ്റല്ലേ? അതിൽ കൂടുതൽ ഡയലോഗ് അടിക്ക് ഇവിടെ സ്ഥാനം എന്താണ്? ഇവിടുത്തെ ഒരു കലാപരിപാടി വിനായക മുണ്ട് നോക്കി കാണിച്ചാലും ന്യായീകരിക്കാൻ ആൾക്കാരിയിരിക്കും. എത്രയോ ആൾക്കാരുണ്ട് വേടനെ അറിയാത്തവരുണ്ട് ഈ നാട്ടിൽ. അവരെയെല്ലാം നിങ്ങൾ സവർണനാക്കൂ, അവരെല്ലാം നിങ്ങൾ നായരാക്കൂ, അവരെല്ലാം നിങ്ങൾ നമ്പൂതിരിയാക്കൂ. ഇത് സത്യത്തിൽ ഇപ്പം ജാതി പറയുന്ന ആരാ? ഇന്നലെ ഞാൻ വേറൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. MG ശ്രീകുമാറിന് വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം MG ശ്രീകുമാറിന് വേടനെ അറിയത്തില്ലായിരിക്കും, പക്ഷേ വേടൻ MG ശ്രീകുമാറിനെ അറിയാം, കായലിൽ വേസ്റ്റ് എറിഞ്ഞ വ്യക്തിയല്ലേ എന്നുള്ള രീതിയിൽ കുറേ കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ കണ്ടു. MG ശ്രീകുമാർ കായലിൽ വേസ്റ്റ് ഇട്ടോ? നിങ്ങളോട് ആരാണ് പറഞ്ഞത് MG ശ്രീകുമാർ കായലിൽ വേസ്റ്റ് ഇട്ടെന്ന്? MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും വീട്ടിലെ ജോലിക്കാരിയായ ചേച്ചി മാങ്ങ അണ്ടി പൊതിഞ്ഞ് കായലിലിട്ടു. MG ശ്രീകുമാറിൻ്റെ വീടായതുകൊണ്ട് ഫൈൻ വന്നു. MG ശ്രീകുമാർ എവിടെയെങ്കിലും ന്യായീകരിച്ചു? 25,000 രൂപ ഫൈൻ അടിച്ചു. അത് മാതൃകാപരമല്ല. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഞാൻ നായരായതുകൊണ്ടാണോ നിങ്ങൾ ഈ സൊസൈറ്റി എന്നെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് ഇരവാദം എവിടെയെങ്കിലും പറഞ്ഞു? ഇല്ല. ഇതേ സമയം MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും വീട്ടിലെ ജോലിക്കാരി കായലിലേക്ക് മാങ്ങാണ്ടി എറിഞ്ഞു, അത് നടപടിയെടുത്തു. ശരി, 25,000 രൂപ ഫൈനും കൊടുത്തു MG ശ്രീകുമാർ. അതിനെ വെച്ചിട്ട് ഒരാൾ കഞ്ചാവ് വലിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരം തന്നെ, സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര ന്യായീകരണം. പിന്നെ കുറേ ആൾക്കാർ മോഹൻലാലിൻ്റെ ആനക്കൊമ്പെന്ന് പറയും. അതിൻ്റെ ബാക്കി എന്താ ആൾക്കാർ പറയാത്തത്? മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്തു, ശരി, അതിനുശേഷം നടന്ന നടപടി എന്താ ആൾക്കാർ പറയാത്തത്? ആനക്കൊമ്പ് നാട്ടാനയുടെയാണോ കാട്ടാനയുടെയാണോ? അതെന്താ ആരും പറയാത്തത്? എന്തായിരുന്നു കേരള സ്റ്റേറ്റിൻ്റെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്? എന്തായിരുന്നു?
അതെന്താ ആരും പറയാത്തത്? ഇവിടെ വേടന്റെ കൈ പുലിപ്പല്ലിരിക്കുന്നു. ലീഗലാണോ ഈ നാട്ടിൽ? പല ആൾക്കാർ സുരേഷ് ഗോപിയുടെ അഖിൽമാരാന്റെ ഒക്കെ കഴുത്തിലെ പുലിപ്പല്ലിനെ പറ്റി കാണിക്കുന്നു. നടപടിയെടുക്കണം, അങ്ങനെയല്ലേ പറയേണ്ടത്. അതല്ലാതെ ഒരു വിഷയം ഉണ്ടായിരുന്നു, വേടൻ കഞ്ചാവ് വലിച്ചു കഴിയാൻ നേരുന്നത്, വേടന്റെ കൈ പുലിപ്പല്ലിരിക്കാൻ നേരുന്നത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് വേണം വേടനെ നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി. അങ്ങനൊന്നും ആരും ഇവിടെ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ലീഗലില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പറഞ്ഞതിന് ശേഷം ഇവിടെ വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്നത്തെ വിഷയം വേടൻ കഞ്ചാവ് വലിച്ചാണ്, വേടൻ ഈ പുലിപ്പല്ലിരുന്നതാണ്. അതിനെപ്പറ്റി സംസാരിക്കും. വേടനെ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നങ്ങ് പറയും. അതിനിപ്പോൾ ഇവിടെ ആരും സവർണനാക്കാനും അതിനിപ്പോൾ ഇവിടെ ആരും നമ്പൂതിരിയാക്കാനും അതിനിപ്പോൾ ആരും ഇവിടെ നായരാക്കാനും നിൽക്കണ്ട. പിന്നെ കേരളത്തിൽ നിന്ന് വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൽ പേരൊക്കെ വെട്ടിക്കളയല്ലോ. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന്. വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനെയൊക്കെ നമ്മൾ പിന്തുണയ്ക്കും. സവർണതയ്ക്കെതിരെ പറയുന്നതും പോരാടുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ വേടൻ എന്ത് വൃത്തികേട് കാണിച്ചാലും, കഞ്ചാവ് അടിച്ചാലും, എന്ത് ലീഗലല്ലാത്ത കാര്യം ചെയ്താലും നമ്മളങ്ങ് പിന്തുണച്ചേക്കണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല. എന്താ ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് വേടനെ വിമർശിക്കാൻ പറ്റത്തില്ലേ? ആരാ വേടൻ? വേടൻ എന്താ വിമർശനത്തിന് മുകളിൽ നിൽക്കുന്ന ആൾ വല്ലതും ആണോ? തെറ്റ് ചെയ്തിട്ടാണ് വേടനെ പിടിച്ചത്, അല്ലാതെ പാട്ടുപാടിയാനല്ല വേടനെ പിടിച്ചത്, കഞ്ചാവ് വലിച്ചാണ് വേടനെ പിടിച്ചത്. ഈ രാജ്യത്ത് അത് ലീഗലല്ല. ഇതിനു മുമ്പ് ഇതുപോലുള്ള വെള്ളപ്പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്നത് വിനായകൻ്റെ കയ്യിൽ. വിനായകൻ എവിടെ പോയി തെറി വിളിച്ചാലും ഇവിടെ കുറേ ആൾക്കാർ ന്യായീകരിക്കും. അവസാനം തുണി നോക്കി കാണിച്ചു വെപ്പം പിന്നെ ന്യായീകരിക്കാൻ നാവ് പൊങ്ങാത്തതുകൊണ്ട് പരിപാടി അങ്ങ് നിർത്തി വെച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് വേടൻ്റേക്ക് വന്നത്. ഇപ്പോൾ വേടനെ എഴുതി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേടൻ തന്നെ സമ്മതിച്ചു ചെയ്തത് തെറ്റാണ്, തിരുത്തും എന്ന് വേടൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്ക് വേടനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തെറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. പക്ഷെ പുറത്തേക്കുന്ന ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. വേടനെ അറിയത്തില്ലെന്ന് ഒരു നാട്ടിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ച് ജാതിപരമായിട്ട് ആക്ഷേപിക്കുക, ഫാമിലി ആക്ഷേപിക്കുക. വല്ലവൻ്റെ ഭാര്യ തട്ടിക്കൊണ്ട് വന്നു ഈ എം ജി ശ്രീകുമാർ എന്നുള്ള രീതിയിൽ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ ആക്ഷേപിക്കുക, ഫാമിലി ആക്ഷേപിക്കുക. ഇതിനാരെ ഇവിടെ ലൈസൻസ് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ എഴുതിയിരിക്കുന്നത് എം ജി ശ്രീകുമാറിൻ്റെ വേടൻ്റെ പരിപാടി ഒറ്റ ദിവസം തിരുവനന്തപുരത്ത് വെച്ചാൽ ശ്രീകുമാറിന് മനസ്സിലാകും വേടൻ ആരാകുന്നു. ശ്രീകുമാർ 10-45 വർഷമായിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ വേടൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയാണ് എം ജി ശ്രീകുമാറിൻ്റെ പരിപാടി. ഇന്ന് എം ജി ശ്രീകുമാറിൻ്റെ പാട്ടില്ലാത്ത ഒരു ഏരിയയില്ല. ഈ അടുത്ത ദിവസം തുടരും സിനിമയിലെ പാട്ട് വരെ ഹിറ്റായിരുന്നു. അപ്പോൾ ആ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാണ്. വേടന് ഇവരുടെ ഫാൻസൊക്കെ ഉണ്ട്, എം ജി ശ്രീകുമാറിന് ഫാൻസ് ഉണ്ട്. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് നിൽക്കുന്നത് മണ്ടന്മാരാണെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു. ശ്രീകുമാർ എന്ന ഒരു പാട്ട് തൊഴിലാളി പറയുന്നത് വേടനെ അറിയില്ല, അവരെയും അറിയില്ല പുതുതലമുറയ്ക്ക്. ആര്യ കുലത്തിനുണ്ടായ ജിന്നാണ് എം ജി. അത് അവരുടെ വീട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. കണ്ടവന്മാരുടെ ഭാര്യ അടിച്ചുകൊണ്ട് വരുന്ന ലഹരി ഒന്നും വേടൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കമൻറ്റാണ്. അടുത്തൊരു കമൻറ്റ് അറിയപ്പെടുന്ന ഒരു ആക്ടിവിസ്റ്റിൻ്റെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാറിന് ഒരു കുറിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് റാപ്പർ വേടൻ ഹിരൺദാസ് മുരളി. താങ്കൾക്ക് വേടനെ അറിയില്ലെങ്കിലും വേടന് താങ്കളെ അറിയും. ഗായകനായ ശ്രീകുമാറിനേക്കാൾ കൂടുതൽ മാലിന്യം കായലിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് വീട്ടിലെ ജോലിക്കാരുടെ തലയിൽ വെച്ച് കെട്ടിയ താങ്കളെ പോലുള്ളവരുടെ അറിവില്ലായ്മ അവൻ്റെ പാട്ടിലെ മുഖ്യ വിഷയമാണ്. അതായത് ഇവർ സ്ഥാപിച്ചെടുക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ഡിജിറ്റൽ തെളിവുണ്ടോ എം ജി ശ്രീകുമാറാണ് ഈ വേസ്റ്റ് കായലിൽ തള്ളിയെന്ന്? വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചി മാങ്ങാണ്ടി പൊതിഞ്ഞ് കായലിലേക്ക് എറിഞ്ഞു എന്നുള്ളത് എം ജി ശ്രീകുമാറിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ആ ഒരു വെറിയുണ്ടല്ലോ, കൃത്യമായ രീതിയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിപ്പം നമ്മുടെ നാട്ടിൽ നായരായാലും നമ്പൂതിരിയായാലും പറയനായാലും പുലയനായാലും ഏത് കമ്മ്യൂണിറ്റിയോ ഏത് കാസ്റ്റോ ഏത് ജാതിയോ ആരെങ്കിലും ആയിക്കോട്ടെ, തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയണം. ഈ വെളുപ്പിക്കാൻ ഇറങ്ങുന്നത് എന്തിനാണ്? എന്തെങ്കിലും അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫാമിലിയെ മുഴുവൻ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? ചെയ്യാത്ത തെറ്റൊരാളുടെ തലയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുന്നത് എന്തിനാണ്? ഇതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇന്നത്തെ കാലത്ത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. വെറുതെ വെളുപ്പിക്കാൻ ഇറങ്ങിയെന്നവർക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഒരു കാര്യവും ഇന്നത്തെ കാലത്ത് സൊസൈറ്റിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട്